സ്നേഹമുള്ളവരെ, എല്ലാ ജീവിതത്തിലും ഒരു സഹനമുണ്ട്. സഹനമില്ലാത്ത ജീവിതമില്ല. സകല മനുഷ്യർക്കുമുണ്ട് സഹനം. ഒരാൾ വഹിക്കുന്ന സ്ഥാനത്തിൻ്റെ വലിപ്പമനുസരിച്ച് സഹനവും വലുതായിരിക്കും. പ്രധാനമന്ത്രിയുടെ ഒരു വലിയ സഹനം, ആ സഹനം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണമെന്നില്ല. മുഖ്യമന്ത്രിയുടെ സഹനം ഒരു മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടാകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹനം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഉണ്ടാകണമെന്നില്ല. സ്ഥാനം വഹിക്കുന്നതോറും സഹനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ചെറുതും വലുതുമായ സഹനങ്ങൾ. സഹനം നമ്മളെ ശക്തി ഉള്ളവരാക്കി മാറ്റും. സഹനത്തെക്കുറിച്ച് പറയുന്നത്, സഹനം ചാണകം പോലെയാണ്. ചാണകം കാണാൻ ഭംഗിയില്ല, ദുർഗന്ധമാണ്, വൃത്തികെട്ട സാധനമാണ്. പക്ഷേ ഏറ്റവും നല്ല വളമാണ്. ഏറ്റവും നല്ല വളമാണ്. അതാണ് ചാണകം. അതുപോലെ സഹനം ആകർഷകമല്ല, സഹിക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ഏറ്റവും നല്ല വളമാണ്. കൂടുതൽ സഹിച്ചവർ കൂടുതൽ മനക്കെട്ടിയുള്ളവരായിട്ട് മാറും. അതാണ് സഹനം പഠിപ്പിക്കുന്ന പാഠം. 5ാം ക്ലാസ് ജയിക്കാൻ എളുപ്പമാണ്, 6ലേക്ക് കയറും. 7ാം ക്ലാസ് എളുപ്പമാണ്, 8ലേക്ക് കയറും. +2 കടുപ്പമാണ്, പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകും. സഹനം വലുതാകുമ്പോൾ റിസൾട്ടും വളരെ വലുത്. സഹനം ചെറുതാകുമ്പോൾ റിസൾട്ടും ചെറുത്. മക്കളെ പ്രതി ഒരുപാട് സഹിച്ച കാരണവന്മാർ പിന്നീട് ആ മക്കളെ കൊണ്ട് ഒരുപാട് ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നൊരു പാഠം. ഈ സഹനം എന്തിനെന്ന് ചോദിച്ചാൽ, ഒരു വലിയ നന്മയുടെ പുറകിലുള്ള ചെറിയ അനുഭവമാണ് സഹനം. ഉദാഹരണം, ഒരു ഈറ്റക്കമ്പിൽ നിന്നും ഓടക്കുഴലിലേക്കുള്ള ദൂരം സഹനത്തിൻ്റെ 9 ദ്വാരങ്ങളാണ്. ഓടക്കുഴലിൽ നിന്ന് ഉപരിനന്മയുടെ പുറകിൽ ദ്വാരങ്ങൾ വീഴുന്ന നൊമ്പരമെന്ന സഹനത്തിലൂടെ ഒരു ഈറ്റക്കമ്പ് കടന്നു പോകണം. അതിനവസാനം ഓടക്കുഴലിൽ എന്ന ഒരു വലിയ നന്മ നമുക്ക് ലഭിക്കുന്നു. നവജാത ശിശുവിന് ചിരിക്കുന്ന മുഖമെന്ന ഉപരിനന്മ, അതിൻ്റെ പുറകിൽ പ്രസവവേദന എന്ന സഹനത്തിലൂടെ അമ്മ കടന്നു പോകണം. ഒളിമ്പിക്സ് മെഡൽ എന്ന ഉപരി നന്മ, അതിൻ്റെ പുറകിൽ മത്സരമെന്ന നൊമ്പരത്തിലൂടെ കടന്നു പോകണം. ഫസ്റ്റ് റാങ്ക് എന്ന ഉപരി നന്മ, അതിൻ്റെ പിറകിൽ പരീക്ഷ എന്ന സഹനത്തിലൂടെ കടന്നു പോകണം. അപ്പോൾ ഒരു ഇടക്കാല അനുഭവമായിട്ട് സഹനം തരുമ്പോൾ അത് കഴിഞ്ഞ് ഒരു ഉപരി നന്മ, ഒരു വലിയ നന്മ ദൈവം നമുക്ക് തരും എന്നാണ് പറയുക. നന്നായിട്ട് സഹിക്കുമ്പോൾ നല്ല രുചിയുള്ള മനുഷ്യരായിട്ട് മാറും. നെല്ല് കുത്തുന്നവരുടെ മില്ലിൽ പല പ്രാവശ്യം കുത്തി ഉമ്മിയും തവിടും എല്ലാം കളയുമ്പോഴാണ് നെൽമണി രുചിയുള്ള അരിമണിയായിട്ട് മാറുക. ഈ മില്ലിലിട്ട് ഉമ്മി കുത്തി കളയുന്ന പോലെ സഹനങ്ങൾ, ഓരോ സഹനവും കഴിഞ്ഞ് രുചിയുള്ള തിളക്കമുള്ള മനുഷ്യരായി നമ്മൾ മാറും. ചില അരുവികളുടെ ആരംഭത്തിൽ കല്ലുകൾ ഒഴുകും, അതിന് മൊനയുണ്ട്, മുള്ളുപോലുള്ള മൊനയുണ്ട്. പക്ഷെ ആ കല്ലുകൾ ഒഴുകി അവസാനം കടലിനോടടുക്കുമ്പം മൊന പോയി പേപ്പർ വെയിറ്റ് പോലെ മേശപ്പുറത്ത് വെക്കാവുന്ന മൃദുലമായ കല്ലുകളായിട്ട് മാറും. ഇതാണ് സഹനം. കുറേ സഹിക്കുമ്പോൾ ജീവിതത്തിന് മുള്ളുകൾ മടങ്ങിയിട്ട് ഒരു മനോഹരമായ പേപ്പർ വെയിറ്റ് പോലെ നമ്മൾ മാറാൻ തുടങ്ങും. സഹനത്തിൻ്റെ അവസാനം ഉപരി നന്മയ്ക്ക് വേണ്ടി സഹനം തരുന്നു. മനക്കെട്ടിയുള്ളവരാകാൻ ദൈവം നമുക്ക് സഹനം തരുന്നു. ചിലപ്പം ദൈവം നമുക്ക് സഹനം തരുന്നത് ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ കാണാൻ വേണ്ടി ദൈവം നമുക്ക് സഹനം തരും. മാരകമായ രോഗം വന്നപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാരകമായ രോഗം വരുമ്പോൾ കുടുംബാംഗങ്ങൾ ഈശ്വരനിലേക്ക് തിരിയുന്നു. ഒരു കുടുംബത്തിൽ ഒരു മരണം വരുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും ഒന്നിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ സഹനം ദൈവത്തെ കാണാനുള്ള അവസരമായിട്ട് ദൈവം നമുക്ക് സഹനങ്ങൾ തരുന്നു. ഇത് പറയുന്നത്, ഒരു മനോഹരമായ ചിന്ത പറയുന്നത്, സഹനമാണ് ഏറ്റവും വലിയ മനഃശക്തി സമ്മാനിക്കുന്ന ഒരു മീഡിയം. മനഃശക്തി സമ്മാനിക്കുന്ന മീഡിയം.